ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് ഇന്ന് തോരൻ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ 2 പീസ് വാഴപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട്, അത് നാര് കണ്ടില്ല, ആ നാര് നമ്മളെ വിരലിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ആ നാരെടുത്ത് കളയുക. ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ മുറിക്കുന്ന സമയത്തും, നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ മുറിക്കുന്ന സമയത്തും ആ നാരിങ്ങനെ എടുത്ത് കളയുക. ആ നാര് കണ്ടില്ലേ, ആ നാരിങ്ങനെ നമ്മളെ വിരലിൽ ചുറ്റിയിട്ട് നമ്മൾ എടുത്ത് കളയുക. അങ്ങനെ ഞാൻ ഈ വാഴപ്പിണ്ടി വെച്ചിട്ട് എല്ലാ പീസും മുറിച്ചെടുത്തിട്ട്, പിന്നീട് ആ മുറിച്ചെടുത്ത കഷ്ണം ഞാൻ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട്, ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ്, ഇത് നമ്മൾ അരിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം, ഇതിൻ്റെ കറ പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാനത് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്ത്, അങ്ങനെ ഞാൻ ആ റൗണ്ടായി മുറിച്ച എല്ലും ഇങ്ങനെ അരിഞ്ഞെടുത്ത് മുഴുവനും. പിന്നീട് ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തത്. പിന്നീട് ഞാനിത് 3-4 വെള്ളത്തിലൊന്ന് കഴുകി, കറ പോകുന്നതിന് വേണ്ടിയിട്ട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ടിട്ട് കഴുകുക. അങ്ങനെ കഴുകിയതിന് ശേഷം ഞാനത് വെള്ളമൊക്കെ വാർത്തെടുത്ത്, വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്ത്, പിന്നീട് ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് അരി വറുത്തെടുക്കുന്നുണ്ട്. അതിലിടുന്നതിന് വേണ്ടിയിട്ട്, വാഴപ്പിണ്ടി തോരൻ വെക്കുമ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ തടയുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നീട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട്, അത് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച ആ വെള്ളമൊക്കെ വാർത്തെടുത്ത് ആ വാഴപ്പിണ്ടി അതിലേക്കിട്ട്, പിന്നീട് ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു. കുറച്ച് സമയം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. നന്നായി അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കി, പിന്നീട് ഞാൻ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ച് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഞാൻ വേവിച്ചെടുത്തു. അപ്പോഴേക്കും നമുക്ക് ആ അരി വറുത്തത് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. നല്ലോണം അടിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നിങ്ങനെ അടിച്ചെടുത്ത്, പിന്നീട് അതൊന്ന് ഇളക്കി കൊടുത്തു. നമ്മുടെ വാഴപ്പിണ്ടി ഒന്നും കൂടി ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്തു. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തു, ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ജീരകവും, ഒരു 4 ചെറിയ ഉള്ളിയും, ഒരു 2 വെളുത്തുള്ളിയും, ഒരു 2 പച്ചമുളക്. ഇത് ചെറിയ പച്ചമുളകാണ്, അപ്പം ഞാൻ 3 എടുത്തിക്കണ്. നമുക്കിതും ഒന്ന് ചതച്ച് കൊണ്ടുവരാം. നല്ലോണം അടിക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ ചതച്ചെടുത്തതാണിത്. കുറച്ച് കറിവേപ്പിലയും നമുക്ക് കഴുകിയെടുത്ത് വയ്ക്കാം. വാഴപ്പിണ്ടി തുറന്ന് നോക്കാം. 3/4 ഭാഗത്ത് വെന്തിക്കുന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ അരപ്പ് ഒന്ന് ആ മുറിച്ചെടുത്ത വാഴപ്പിണ്ടിയിലൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് അതിലേക്ക് ഇട്ടിട്ട് ഒരല്പസമയം അതിൻ്റെ മേതയ്ക്കൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് അല്പസമയം ഒന്ന്
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് 2 സെക്കൻഡ് വേവിച്ചെടുക്കാം. പിന്നീട് മൂടി തുറന്ന് നമുക്കത് നന്നായി ഇളക്കി കൊടുക്കാം. അരപ്പ് വാഴപ്പിണ്ടിയിലൊക്കെ നല്ലോണം പിടിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡിയായി.